നൗഫൽ, ദുരന്തകാലം, അതിൽ അനിയനും ചേട്ടനും മക്കളും ഒക്കെ അടക്കം 16 പേർ കൊല്ലപ്പെട്ടു പോയ ഒരു മനുഷ്യനെ ഈ സൈബർ വേട്ടയൊന്നും അങ്ങനെ തൊലിപ്പുറത്ത് പോലും ബാധിക്കില്ലെന്നറിയാം. എന്നാലും നേർക്കുനേർ ഭീഷണിയുണ്ടോ? എന്തൊക്കെയാണ് നേരിടുന്ന വേദനകൾ നൗഫൽ? ആശങ്ക എനിക്ക് പറയാനുള്ളത്, സൈബർ പോരാളികൾ അവർ എത്ര വേണമെങ്കിലും എന്നെ എന്തും പറഞ്ഞോട്ടെ, എനിക്കൊരു വിഷമമില്ല. കാരണം അവർക്ക് ഇതേ അവസ്ഥ വരികയാണെന്ന് വെച്ചെങ്കിൽ എന്തായിരിക്കും സ്ഥിതി അവരെന്നെ ഒന്ന് ആലോചിച്ച് നോക്കണം. കാരണം ഞാൻ ഒരു നുണയും ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ അവിടെ പോയി എൻ്റെ വീടിൻ്റെ ആശങ്ക ഞാൻ അവർക്ക് പറഞ്ഞു എന്നുള്ളൂ. അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയപരമായിട്ടോ ഒരു കുറ്റം പറയാനും ഞാൻ പോയിട്ടില്ല. ഞാൻ ഒരു പാർട്ടിനെയും ഞാൻ കുറ്റം പറയാൻ പോയിട്ടില്ല. ഞാൻ ഒരു കോൺഗ്രസ് വെറും ഒരു സജീവ പ്രവർത്തകനുമല്ല, ഞാൻ അതിലൊരു അണി മാത്രമാണ്. അത് സജീവ പ്രവർത്തകരാണെന്നും ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. അതിലൊക്കെ താങ്കളുടെ ഏത് രാഷ്ട്രീയം എന്തും ആയിക്കോട്ടെ, ഇവിടെ പ്രശ്നമല്ലല്ലോ. താങ്കളുടെ വീട് ഉറ്റവരുടെയൊക്കെ പോയി, താങ്കൾക്ക് ഉടമസ്ഥാവകാശം കൈമാറി താങ്കളുടെ വീടാണത്. അതാരുടെ അവകാശമോ ഔദാര്യമോ ആരും തരുന്ന എന്താണ് ഭിക്ഷാപണമോ ഒന്നുമല്ല, താങ്കളുടെ അവകാശമാണ്. ആ അവകാശത്തിൽ വെള്ളം കിരിയുന്നു. അത് പറയാനുള്ള 100% അവകാശം താങ്കൾക്കുണ്ട്, അതിൽ തർക്കമില്ല നൗഫൽ. അത് അവകാശം ഞാൻ ആര് വന്നാലും ഞാൻ പറയും, അത് വിളിച്ചുണ്ട്. ഞാൻ സർക്കാരിനെ കുറ്റപ്പെടുത്തല്ലേ, ഞാൻ ഒന്നും കൂടിയും പറയാം, സർക്കാരിനെ കുറ്റപ്പെടുത്തല്ലേ. കാരണം ആ കമ്പനിക്കെതിരെയാണ് ഞാൻ നിന്നത്. കമ്പനി ഫസ്റ്റ് മുതൽ ഫില്ലർ വെച്ചത് അടിപൊളി ഫില്ലറാണ്, നല്ല ഫില്ലർ. ഭൂകമ്പം വരുമ്പോൾ കുലുങ്ങൂലെന്ന്, അതൊക്കെ അതിൽ ഞങ്ങളെ വിശ്വാസത എടുത്തുപോയി അവർ. ബാക്കിയുള്ളത് ഞങ്ങൾക്ക് കാണാനും കഴിഞ്ഞില്ല. പിന്നീടാണ് ഈ വാർപ്പൊക്കെ കഴിഞ്ഞപ്പോൾ വൈറ്റ് വാഷ് കൂടാന്നുള്ള നേരത്താണ് വിഷുവിന് കൊടുക്കുമെന്ന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ഓരോരുത്തരായിട്ട് ഈ വീട് കാണാൻ ഞങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ പെട്ടെന്നാണ് എൻ്റെ വീടിൻ്റെ കാര്യങ്ങൾ ഞാൻ നോക്കുമ്പോൾ കിനിവ് താഴ്ന്ന് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ ഞാൻ എൻജിനീയർ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എൻജിനീയർ പറഞ്ഞു ഇത് ശരിയാക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 2 റൂം ചെക്ക് ചെയ്തപ്പോൾ ആ ഡോറിൻ്റെ ഭാഗം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ആ ഡോറിൻ്റെ ആ സൈഡൊക്കെ പൊട്ടിയിരിപ്പുണ്ട്. അത് ഞാൻ അവരെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. അപ്പോൾ അവർ ഈ ഡോറ് ലോക്ക് ചെയ്തിട്ടാണ് അവർ പോയത്. പിന്നീടാണ് ഈ സംഭവങ്ങൾ അരങ്ങേറിയത്. കാരണം ഞാൻ എൻ്റെ വീടിൻ്റെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ആരെ കുറ്റപ്പെടുത്തിയിട്ടോ ഒന്നുമില്ല. പിന്നെ ഈ കമ്പനി ഫസ്റ്റ് മുതൽ ഞങ്ങളെ വിശ്വാസം മൊത്തം എടുത്തിട്ട് പിന്നീടാണ് ഇങ്ങനത്തെ വർക്കുകൾ ചെയ്യുമ്പോൾ ഞങ്ങൾക്കൊരു മാനസികമായിട്ട് ഒരിതുണ്ട്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് സർക്കാരിനെ വിശ്വാസമാണ്. ഫസ്റ്റ് മുതലേ എനിക്ക് സർക്കാരിന് വിശ്വാസമായതുകൊണ്ടല്ല ഞങ്ങളൊന്നും, അല്ലെങ്കിൽ ഇതിൻ്റെ മുന്നേ ഞങ്ങൾ അവിടെ പോയിട്ട് ഈ രാഷ്ട്രീയത്തിൻ്റെ ഇലക്ഷൻ്റെ മുന്നേ എനിക്ക് അവിടെ പോയിട്ട് എനിക്ക് പറയാം, ഇത് ഇവർ ചെയ്തത് ഇതാ വിള്ളലുണ്ട്, ഇങ്ങനെ പണി അങ്ങനെ പണി എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അതിലൊരു ഷോ വിള്ളലല്ല ക്രാക്ക് ആണെന്നാണ് പറയുന്നത്. ക്രാക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പൊട്ടൽ, വിള്ളൽ എന്നൊക്കെ തന്നെയാണ്. ഇനി വിള്ളൽ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ ചാക്ക ബൈപ്പാസ് പോലെ വലിയ വീതിയുള്ള വിള്ളൽ എന്ന് തെറ്റിദ്ധാരണ ഉണ്ടാക്കുമെങ്കിൽ ക്രാക്ക് എന്ന് പറ, അല്ലെ പൊട്ടൽ, എന്തോന്ന് ശൃംഗേജ് ക്രാക്ക്, അങ്ങനെ തന്നെ പറ. അതിൽ കൂടെ വെള്ളം വരുന്നത് എപ്പോഴാണ് നൗഫൽ ശ്രദ്ധയിൽപ്പെട്ടത്? ഇത് ക്രാക്ക് അതായത് ഒരു ശ്രദ്ധയിൽ ഇപ്പോൾ ഒരു 2 ആഴ്ച മുന്നേ ഇവിടെ കൽപ്പറ്റയിൽ ഒരു മഴ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ പോയപ്പോൾ ഈ കിരിവ് രാവിലെ അപ്പോൾ എൻ്റെ കൂട്ടുകാരന്മാർ പറഞ്ഞു, ഒന്ന് മഴ പെയ്തിക്കണം, ഒന്ന് പോയി നോക്കിക്കോടാ, നിൻ്റെ വീടൊക്കെ ഒന്ന് പോയി നോക്കിക്കോ, ചിലപ്പം ചോർച്ച ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ പരിഹരിക്കും, അത് അവർക്ക് പറയാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. നോക്കുമ്പോൾ ഞാൻ അവിടെ വീട്ടിൽ പോയി നോക്കുമ്പോൾ ലീക്ക് ഇങ്ങനെ വരുന്നുണ്ട്. മൊത്തം അവിടെ കെട്ടി നിർത്തിയേക്കണ്. അപ്പുറം ഇപ്പുറം കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. ആ മഴ പെയ്ത അന്ന് രാവിലെയാണ് ഞാൻ പോണത്, രാത്രി മഴ പെയ്ത് രാവിലെ പോണത്. അപ്പോൾ ഇത് നോക്കുമ്പോഴാണ് ഈ വിള്ളൽ കാണുന്നത്. ഒരു അരഞ്ചോളം മേൽഭാഗം ഒരു 1 ഇഞ്ച് വിള്ളലുണ്ട് മേൽഭാഗം. എന്നിട്ട് ഗ്രൗട്ട് ഇറക്കിയിട്ട് താഴ്ഭാഗത്തെത്തുമ്പോൾ ആ കിനിവ് മാത്രം കുമിളായിട്ട് ഇങ്ങനെ വരിക്ക് ഒരു 1.5 മീറ്റർ നീളത്തിൽ. അത് അവിടുത്തെ എഞ്ചിനീയർ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കണം, അത് വിള്ളലാണ് കറക്റ്റ്, അത് ഞങ്ങൾ ശരിയാക്കി തരുന്നു. അത് എഞ്ചിനീയർ തന്നെ സമ്മതിച്ചതാണ്. അപ്പോൾ ഈ മന്ത്രി ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒരു മാനസികമായിട്ട് ഭയങ്കര വിഷമം. ഇത് വിള്ളലൊന്നും ഇതിൽ കണ്ടില്ല എന്ന് പറയുമ്പോൾ മേലെ പോയിട്ട് എല്ലാവരും കാണുന്നതാണ്. ഇത് ഞാൻ മാധ്യമപ്രവർത്തനത്തിലൂടെ മൊത്തം വീഡിയോസ് എടുത്ത് ആ മേൽഭാഗത്തുള്ള വിള്ളൽ ഞാൻ അത് കാണിച്ചു തന്നതാണ്. കാരണം എൻ്റെ വീടിൻ്റെ കാരണം പുത്തുമലക്കാർ ഇന്നും അനുഭവിച്ചു കൊണ്ടിരിക്കുക. മേൽഭാഗത്ത് ഡാർപ്പായിട്ടിട്ട് ഇന്നും നിങ്ങൾ അവിടെ വന്നാൽ മേൽഭാഗത്ത് ഡാർപ്പായിട്ട കാര്യങ്ങളും പാത്രങ്ങളും ബക്കറ്റും വീട്ടിൻ്റെ ഉള്ളിലൊക്കെ, അതൊക്കെ കാണുമ്പോൾ എനിക്കൊരു മാനസികമായിട്ടൊരു പേടി. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് ഇന്നലെ ഞാൻ അങ്ങനെ പറഞ്ഞത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.